ഹലോ, ഞാൻ സുനി സജി, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇപ്പം അതിനെന്ത് വിലയല്ലേ? യുദ്ധങ്ങളും കാഹളധ്വനികളും ഒക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ബൈബിളിൽ പറഞ്ഞ പോലെ ഒക്കെ വന്നോട്ട് നമ്മളെപ്പോഴും സമയം തക്കത്തി വിനിയോഗിച്ച് എപ്പോൾ വിസ കിട്ടിയാലും നമ്മളങ്ങ് കയറിപ്പറ്റാൻ പാകത്തിന് നമ്മളെ ശോധന ചെയ്ത് നമ്മൾ മാനസാന്തരത്തിലൂടെ പോയി നമ്മളെ തന്നെ വചനം നമ്മളെ നിർമ്മലീകരിച്ച് ശുദ്ധീകരിച്ച് യോഗ്യത ഉള്ളവളാകട്ടെ മണവാട്ടി സഭയിലേക്ക്, സ്വർഗീയ പിതാവ് മകൻ്റെ മണവാട്ടി സഭയിലേക്ക് നമ്മളെയും കയറ്റട്ടെ. പറഞ്ഞാൽ മനസ്സിലാവുമോ മണവാട്ടി സഭ എന്നൊക്കെ? യേശുവിൻ്റെ മണവാട്ടി സഭ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മക്കളെ, പിതാവായ ദൈവത്തിൻ്റെ മക്കളായിട്ട് ആ ദൈവരാജ്യത്തേട്ട്. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. കാരണം എന്ന് വെച്ചാൽ മനസ്സിലാവുമെന്ന് വെച്ചത് അപ്പടിയും ക്രിസ്ത്യൻസ് തന്നെയല്ലോ ഇത് കാണുന്നത്. ഇന്നിപ്പോൾ താഴെ അവർ ഇങ്ങനെ ക്രിസ്ത്യൻസ് അല്ലാത്തവർ പറഞ്ഞു എന്നും അത് കേൾക്കാറുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും കേൾക്കുമല്ലോ. അപ്പോൾ മണവാട്ടി സഭ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാവരെയും യേശുമ്പുരാൻ എൻ്റെ കൃപയാൽ ദൈവം സൃഷ്ടിച്ചാലോ. അപ്പോൾ ആ ദൈവത്തിയിട്ട് തന്നെ മകനെ വിട്ട് തിരിച്ചെടുക്കുവാണ് പിതാവായ ദൈവം. മകൻ പറഞ്ഞ വാക്ക് കേൾക്കണേ. 1 യോഹന്നാൻ 4:16 പറയുക, ദൈവം സ്നേഹം തന്നെ. യേശു എന്ന് പറഞ്ഞതിൻ്റെ പര്യായപദം സ്നേഹമാട്ടോ. യേശു എന്ന് പറഞ്ഞാൽ പടം വരച്ച അതിലിരിക്കണതല്ല യേശു. യേശു എന്ന് പറഞ്ഞാൽ രൂപം എടുത്ത് അങ്ങനെ വന്നു എന്നുള്ളൂ. പക്ഷെ ബൈബിളിൽ പറഞ്ഞേക്കണ പോലെ യേശുവിൻ്റെ രൂപത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം. എന്നോട് ദൈവം സ്പെഷ്യലായിട്ട് സംസാരിച്ച് എനിക്ക് രൂപയില്ലെന്ന് യേശുമ്പര. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അപ്പം നമ്മളിന്ന് സ്നേഹത്തിൻ്റെ ഒഴുക്കൊഴുകട്ടെ എല്ലാവരിലേക്കും. യേശുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകട്ടെ. സ്നേഹം നമ്മളിലേക്ക് ഒഴുകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളെല്ലാം മാറും, വേദനകൾ മാറും, മുറിവുകളൊക്കെ. പലർക്കും പല വിഷമങ്ങൾ കാണുമല്ലോ, അതൊക്കെ ആ മുറിവുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങിപ്പോവും. 1 യോഹന്നാൻ 4:20 പറയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. അപ്പോൾ നമുക്ക് ദൈവത്തിന് സ്നേഹം ദൈവമേ സ്തുതി സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരോട് യേശു പറയുന്ന വചനപ്രകാരം പെരുമാറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നതൊന്നും അത് ജൽപ്പനായി പോകില്ല. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഓർക്കുക, നമ്മുടെ പ്രാർത്ഥന ജൽപ്പനങ്ങളായി പോകരുത്. അങ്ങനെ ബൈബിളിൽ പറയേണ്ടത് ജാതികൾ അങ്ങനെ പ്രാർത്ഥിക്കണേന്ന്. അപ്പം ദൈവമക്കൾ യേശുവിനോട് സംസാരിക്കുക. ഞാനിങ്ങനെ സംസാരിക്കാൻ എന്ന് ഇരിക്കുക, എന്നിട്ട് പിന്നെ ഞാൻ ലോകകാര്യത്തിയിട്ട് പോകും, കടകാരുടെ കാര്യത്തിയിട്ട് പോകും, അങ്ങനെയൊക്കെ. അങ്ങനെ കുഴപ്പമുണ്ട്. പക്ഷെ അതാ കറക്റ്റ് ചെയ്തിരിക്കുക. ആത്മീയമായിട്ട് നന്നായിട്ട് വളരണം. ദൈവമായിട്ട് സംസാരിച്ച് ആ ദൈവരാജ്യത്തിൽ ആ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ആ സ്വസ്ഥതയിൽ കുറേ നേരം ഇരിക്കാൻ പറ്റി. എന്ത് ആത്മീയ വളർച്ചയായി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്ക് അങ്ങനെയാകാൻ. അപ്പോൾ എല്ലാവരും യേശുമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഹെയറിൻ്റെ ആണ്. ഹെയർ കരാട്ടിനാട്ടോ. ഇപ്പോൾ എല്ലാവരും പുറത്തുനിന്നുള്ളവർ അപ്പടി മുടി ചെയ്യാൻ വന്ന സമയമാണ്. എല്ലാവരും വർഷത്തിലൊരിക്കൽ നമ്മുടെ അടുത്ത് ചെയ്തവർ വേറെ എവിടെ പോയി ചെയ്താലും അവർ നമ്മളുടെ അടുത്ത് തന്നെ തിരിച്ചു വരും. കാര്യം നമ്മൾ കരാട്ടിന് ഏറ്റവും കൂടിയ പ്രീമിയമാണ് ചെയ്യണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോട്ടാനിസ ചെയ്യണേ. അപ്പോൾ പ്രീമിയമാണ് ചെയ്യണേ. അതിൻ്റെ ഗുഡ് റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഈ പ്രീമിയം അല്ല, ഓർഡിനറി ഇല്ലേ? ഓർഡിനറി ഒന്നും തലയിൽ പറ്റില്ലെന്നേ. ഓർഡിനറി ഒക്കെ വല്ല ഡ്രസ്സ് ഇടാനൊക്കെ പറ്റുള്ളൂ. സ്കിന്നിലായാലും ഫേഷ്യലൊക്കെ ചെയ്തില്ലേ ചെയ്യണ്ട, ബ്രാൻഡ് കമ്പനിയല്ലേ ചെയ്യണ്ട. ഇപ്പോൾ കണ്ടില്ലേ ഓരോന്നൊക്കെ ചെയ്തിട്ട് പലർക്കും പല സ്കിൻ അബ്സോർബ് ചെയ്ത് ഏതാണ്ടൊക്കെ ശരീരത്തിൽ വന്ന് കംപ്ലൈൻ്റ് ഒക്കെ വരുന്നു. അപ്പോൾ നല്ല ബ്രാൻഡഡ് കമ്പനികളാണ് നമ്മൾ എന്തായാലും യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ എൻ്റെ മോൻ പറയണ പോലെ 1, 2, 3 ഡ്രസ്സ് മതിയുമേ ബ്രാൻഡഡ് ആണെങ്കിൽ അതൊരിക്കലും പോവില്ല. ഒത്തിരി ഡ്രസ്സ് വേണ്ട. അവന് എൻ്റെ അപ്പക്കൂട്ടനാണെങ്കിൽ ഒത്തിരി ഡ്രസ്സ് എടുക്കും വില കുറഞ്ഞത്. മൂത്തവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ജോഡിയോ 2 ജോഡിയോ ബ്രാൻഡഡ് എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ലാസ്റ്റിങ്ങും നമുക്ക് അതിൻ്റെ കംഫർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ മുടി പൊട്ടുക, ഇത് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്ന മുടിയാണ് നമ്മൾ കരാട്ടിൻ ചെയ്യേണ്ടത്. അടിപൊളി സിൽക്കി ഹെയർ ആയിട്ട് നാച്ചുറലായിട്ട് കിടക്കണം. മുടി ഒന്നും ചെയ്യണ്ട, അതിന് ആ ലുക്കിൽ കിടക്കട്ടെ. മുടി പൊട്ടി ഡള്ളായിട്ട് വെരി ഡ്രൈ ആയിട്ട് ഡാമേജ് ആകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പം ഹെയർ ലാക്സിങ് ആരും ചോദിക്കണില്ല, നമ്മുടെ കയ്യിലെല്ലാം ക്രീമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇങ്ങനെ, എനിക്കും കരാട്ടിനെ ചെയ്ത് കാണുമ്പോൾ റിസൾട്ട് ഇഷ്ടം, മുടിയെ പിടിക്കാനും ഒക്കെ സുഖം. അപ്പോൾ ഞാനും എപ്പോഴും കരാട്ടിനെ പ്രൊമോഷൻ ഞാൻ കൊടുക്കണേ. നമുക്ക് റേറ്റ് കുറഞ്ഞത് മതിയെങ്കിൽ നമുക്ക് ഹെയർ ലാക്സിങ് ഒക്കെ ഈ ഇങ്ങനെ ചുരുണ്ട് കയറുന്ന മുടിയിൽ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ്, അതിനൊക്കെ കരാട്ടിൻ നല്ലതാണ്. അല്ല, ഹെയർ ലാക്സിങ് ഒക്കെ നല്ലതാണ്.
പിന്നെ ന്യൂജൻ പിള്ളേർക്ക് ഹെയർ ലാസിങ് നല്ലത്. കരാട്ടിന് എപ്പോഴും നമ്മൾ ഈ കളറൊക്കെ ചെയ്യണ മുടിയിൽ മറ്റത് കൊള്ളുകയില്ല. ഹെയർ ലാസിങ്ങോ സ്മൂത്തനിങ്ങോ കെമിക്കലുള്ള. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നാച്ചുറലാണ്, ഓർഗാനിക്കാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ പ്രായം അനുസരിച്ചും മുടിയുടെ കംപ്ലൈൻ്റ് അനുസരിച്ചും നമ്മൾ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യണം. റേറ്റ് കുറവ് എപ്പോഴും കെമിക്കലുള്ളതിനായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ തുണിക്ക് പോളിസ്റ്റർ മിക്സിങ് ഉള്ളതിന് റേറ്റ് കുറവും പ്യുവറിന് റേറ്റ് കൂടും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യവും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയെടുക്കുക. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ആഫ്റ്റർ കെയർ ചെയ്തില്ലെങ്കിൽ ആ മുടി ഇങ്ങനെ ഓർഗാനിക്കല്ലേ, ഇങ്ങനെ വാഷ്ഡ് ഔട്ട് 40 വാഷൊക്കെ കഴിയുമ്പോൾ പോവും. ഇത് കഴുകി പോവും. നന്നായിട്ട് നമ്മൾ ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത 1 വർഷത്തേക്ക് നമുക്ക് ഈ മുടിയുടെ ഇത് റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കെമിക്കലുള്ള ഭയങ്കര സൾഫേറ്റ് ഫ്രീ ഒക്കെ ഷാമ്പു യൂസ് ചെയ്യണം. അത് കാരണമാണ് നമ്മൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് നമ്മൾ പറയണ പോലെ യൂസ് ചെയ്യണം. അത് ചെയ്താലും ഇല്ലെങ്കിലും അത് ചെയ്തു നോക്കുക, ഭയങ്കരമായിട്ട് മുടി ഉണ്ടാവും. എൻ്റെ ഉണ്ണിക്കുട്ടനൊക്കെ ഞാൻ ഈ ആഫ്റ്റർ കെയറാണ് കൊടുക്കണേ. അവൻ്റെയൊക്കെ മുടി കുഞ്ഞുവിനോട് പറഞ്ഞാൽ കുഞ്ഞു പറയും ഭയങ്കര സോഫ്റ്റ് ആകുമ്പോൾ പതിഞ്ഞിരിക്കുകയെന്ന് പറയും. കുഞ്ഞുവിന് ഇച്ചിരി പൊങ്ങിയിരിക്കണം എന്ന് പറയും. പക്ഷേ മുടിക്ക് ഭയങ്കര കംഫോർട്ടാണ്, ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് പതുപതൂന്നാകും നമ്മുടെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ പിന്നെ നമുക്ക് മുടിക്ക് ഊരിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇലക്കറി കുറേ ദിവസത്തേക്ക് കൂട്ടുക, മുട്ട കുറേ നമ്മൾ ജ്യൂസുകളൊക്കെ കുടിക്കുക, അങ്ങനെയൊക്കെ പെട്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ അതൊന്നും പറ്റില്ലെങ്കിൽ സിങ്കോവൈറ്റോ ബയോട്ടിനോ കഴിച്ച് ഇങ്ങനെ. പിന്നെ D3 എപ്പോഴും ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ ഇടയ്ക്ക്. ഈ പറഞ്ഞപ്പോൾ ഇന്ന് എനിക്ക് D3 മേടിച്ചൊക്കെ തീർന്നു. അപ്പോൾ നമുക്കിനി വീഡിയോസ് കണ്ടാലോ? ശരി എന്നാൽ. ഈ മുടി ഇപ്പോൾ കരാട്ടിനാട്ടോ ചെയ്യാൻ പോണേ. ഈ മുടി കാണുമ്പോൾ ഒട്ടും തോന്നിക്കണില്ലോ. നിങ്ങൾ ഇങ്ങനത്തെയുള്ള മുടിയുള്ളവരൊന്നും ദുഃഖിക്കണ്ട കേട്ടോ. യേശുവിൻ്റെ കൃപയാൽ ഇത് ചെയ്ത് കഴിയണേ അതിമനോഹരമായ കാഴ്ച കാണും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവർ ദുഃഖിതരാകുന്നുണ്ട്. ഇത് ഒരു വിധത്തിൽ പിടിച്ച് കെട്ടിയിട്ടുള്ളൂ, അത്രയ്ക്കേ ഉള്ളൂ. അതും നല്ല ഡ്രൈയും പൊട്ടലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആഫ്റ്റർ കെയർ ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അതിലൊന്നും നമ്മൾ പിശുക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ കരാട്ടിൻ ചെയ്യുമ്പോൾ പ്രീമിയം സംഭവം തന്നെ ചെയ്യണം കേട്ടോ. തലയിൽ കൊള്ളൂലാത്ത ചെയ്ത് ഉള്ളതെല്ലാം ഉള്ള മുടിയും കൂടെ പോകരുത്. ഇത് ചെയ്തിട്ട് നമുക്ക് മുടി ഉണ്ടായില്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്തിട്ടേ വരണ്ട, ഞാൻ പറയണ പോലെയൊക്കെ ചെയ്ത്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. ഈ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇതിൻ്റെ ആദ്യത്തെ മുടി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ഓർത്തുകൊണ്ടിരുന്നതിന് ഒട്ടും മുടിയിരുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് എത്താൻ ഇച്ചിരി വൈകി. അപ്പം ഞാൻ വിളിച്ചു പറയത് നന്നായിട്ട് ഉള്ളു തോന്നിക്കാൻ നമ്മളെ പൊക്കിയെടുത്തോ എന്നൊക്കെ. യേശുവിൻ്റെ കൃപയാതെ ഇത്രയും മുടിയല്ലേ എല്ലാവർക്കും ഒക്കെ, ഇപ്പോഴത്തെ മനുഷ്യർക്ക് ഇത്രയും മുടിയൊക്കെ അല്ലേ ഉള്ളൂ. കേട്ടോ, ഒന്നിനെ തൊടാണ്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. ഇത് കരാട്ടും ചെയ്ത ചുമ്മാ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ തോന്നേ. ഇങ്ങനെ ഇതിൻ്റെ ആഫ്റ്റർ കെയർ കൂടെ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ സിൽക്കി ആയിട്ട് നമുക്ക് മസ്റ്റായിട്ട് ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ D3 വിറ്റാമിൻ ഗുളിക, മൾട്ടി വിറ്റാമിൻ, സിങ്കോവൈറ്റും ബയോട്ടിനും ഇടയ്ക്കൊക്കെ മുടി ഊറിനുണ്ടെങ്കിൽ ഇത് ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുമ്പോൾ തന്നെ മുടി ഭയങ്കര തിക്കാവും. എന്ത് രസം. ഇഷ്ടപ്പെട്ടോ? ചെയ്താൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. മുഖം കാണിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞ, മുഖം കാണിക്കണ്ട. അല്ല, ഞാൻ വീഡിയോയ്ക്ക് എല്ലാവരുടെ മുഖം കാണിക്കാൻ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചപ്പോൾ മുഖം കാണിക്കണില്ലെന്ന് പറഞ്ഞു. അറിയാതെ മുഖം കാണിച്ച പിന്നെ വീഡിയോ എപ്പോഴും. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ നമ്മൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാൻസ് ഏറ്റവും പ്രീമിയം അപ്ഡേറ്റ് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യണത്. നിങ്ങൾ ഗൂഗിളിലെ റിവ്യൂ ഒക്കെ നോക്കിയോ, അടിപൊളി പ്രൊഡക്റ്റാണ്. നമ്മളിപ്പോൾ 1-2 വർഷമായി ഇത് തന്നെ നോക്കണം. ഇനി ഇതിലും വലുത് വന്നാൽ നമ്മൾ അതും ചെയ്യും കേട്ടോ. ആദ്യം എൻ്റെ തലയിൽ പരീക്ഷിച്ചിട്ട്. അപ്പോൾ ഇത് ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് പോരെ. അപ്പോൾ ശരി എന്നാൽ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. ഇതും ഡ്രൈയും പൊട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു പിള്ളേരുടെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞിക്കൂടാപ്പിയ. പക്ഷേ എല്ലാ മുടിയൊക്കെ കംപ്ലൈൻ്റ് ആണ്. മെയിൻ ഇപ്പോഴത്തെ തലമുറയുടെ ഫുഡിൻ്റെ സ്റ്റൈലും ജീവിതത്തിൻ്റെ സ്റ്റൈലും ഒക്കെ ആയിരിക്കും. അപ്പം യേശുവിൻ്റെ കൃപയാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര കംഫോർട്ടാട്ടോ. മുടി കൈകാര്യം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതൊരു വലിയൊരു സുഖമാട്ടോ. നമുക്കിങ്ങനെ അത് കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടിയാൽ പിന്നെ 1 വർഷത്തേക്ക് മുടിയുടെ കാര്യം നോക്കണ്ട. നിങ്ങൾക്കിടെ ഇത് കറക്റ്റായിട്ട് മുടിയൊക്കെ നന്നായില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പറയണില്ലേ, നിങ്ങൾ അടുത്തോണ വരയേ വേണ്ട. അപ്പോൾ ഈ മുടിയൊക്കെ ചെയ്ത് അതിമനോഹരാകുന്ന ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യണതും നമ്മൾ കടയിൽ പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും വേഗം വായോ. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാം. ഈ മോക്കടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഈ മോക്ക് നല്ല തിക്നെസ്,
അമ്മയ്ക്കും ഇതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ഓർഡിനറി കാണുന്നേക്കാളും ഒക്കെ മുടി ഭയങ്കര കരാട്ടിങ് ചെയ്തപ്പോൾ കരാട്ടിങ് ചെയ്യുമ്പോൾ ഇച്ചിരി തിക്നെസ് ഒക്കെ തോന്നിക്കും കേട്ടോ. കവറിങ് അല്ലേ, അതായിരിക്കും. പിന്നെ അത് പിടിക്കുമ്പോൾ കേട്ടോ എന്ത് സുഖം, ഇങ്ങനെ ഒഴുകി ഒഴുകി. മോക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറയണേ. അതിന് മലയാളം അറിയാൻ പാടില്ല. അത് അതിനൊത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മയോട് പറയണം ഇനി മലയാളം പഠിപ്പിക്കാൻ. എന്തായാലും നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ കണ്ടോ, അടിപൊളി അടിപൊളി. ഏറ്റവും അധികം ആ മുടി ഇങ്ങനെ കിടക്കുക, അത് പിടിക്കുമ്പോഴുള്ള സുഖം. പിന്നെ അത് നമുക്ക് ഒരു ബെറ്ററാണ്. അടുത്ത് ഇനി സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ പണ്ടെല്ലാവരും പറയും ഹെയർ ട്രീറ്റ്മെൻറ്റ് സ്മൂത്തനിങ് ചെയ്തു, അങ്ങനെ ചെയ്തു. നമ്മൾ ചെയ്തിട്ടായിരുമ്പോൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനെ മുടി പോയെന്നൊക്കെ പറയും. കരാട്ടിങ് ചെയ്ത ബെറ്റർ റിസൾട്ടാണ്, ഗുഡാണ്. മുടി ഒഴുകിക്കിടക്കും, അതെ നമ്മുടെ ഒരു സ്വപ്നമാണ്. അത് കൂടാണ്ട് ഒരു സിറം പോലും നമുക്ക് ആവശ്യമില്ല. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ അടുത്ത ഓണം പനങ്കൊലയാകും. പനങ്കൊലയായില്ലെങ്കിൽ എന്നോട് ചോദിച്ചോ. ഞാൻ പറഞ്ഞ പോലെയൊക്കെ കേട്ട് D3 ഒക്കെ കറക്റ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. സിങ്കോവൈറ്റും ബയോട്ടിനും ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. മുടി ഊരിയാൽ പച്ചക്കറി, ഇലക്കറി, മുട്ട എല്ലാം കഴിച്ച് മുടി ആഫ്റ്റർ കെയർ യൂസ് ചെയ്താൽ ഇഷ്ടം പോലെ. മുടി ഇല്ലാത്തവൻ ദുഃഖിക്കണ്ട, ഒരു ഇതുകൂട്ടൊന്നും വെക്കണ്ട, മുടിയിൽ ആടിയൊന്നും വേണ്ട. അടിപൊളി ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ പെട്ടെന്ന് പോലെ യേശുവിൻ്റെ കൃപയാൽ ഇങ്ങനെ മനോഹരമായിട്ട് കിട്ടും നിങ്ങൾക്ക്. ശരി എന്നാൽ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. കുഞ്ഞിക്കുടാപ്പിയാണ്, പക്ഷെ ഹെയറൊക്കെ പൊട്ടിയിരിക്കുക. നമ്മളിങ്ങനെ പിള്ളേരുടെ ഹെയർ പൊട്ടുമ്പോൾ എണ്ണ തേക്കാഞ്ഞിട്ടാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് പിള്ളേരെ വഴക്ക് പറയാണ്ട് പിള്ളേർക്ക് D3 ഉണ്ടോ, ഹീമോഗ്ലോബിൻ ഉണ്ടോ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടോ. സിങ്കോവൈറ്റ്, ബയോട്ടിൻ, D3യുടെ ഇതെല്ലാം കൊടുത്ത് മുട്ട ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഈ പ്രായത്തിൽ രക്തം തിളക്കുന്ന പ്രായം, മുടി തിളങ്ങും. അപ്പോൾ ഇങ്ങനെ പൊട്ടൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കണ്ണാടി വെച്ചാൽ അല്ലെങ്കിൽ നോക്കുമ്പോൾ എല്ലാവരുടെ മുടി നല്ലതാണ്. അപ്പോൾ ഈ മുടിയെല്ലാം ഇങ്ങനെ തിക്കായിട്ട് താഴത്തോട്ട് വരണ്ട. ഇത് ഇപ്പം ചെയ്ത് കഴിയുമ്പോൾ പൊട്ടലൊന്നും കാണില്ല, പക്ഷെ അതിൽ തൃപ്തിപ്പെട്ടിരിക്കരുത്. നമ്മുടെ ആരോഗ്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിള്ളേർക്കൊന്നും പറഞ്ഞാൽ കേൾക്കൂല. പക്ഷേ പേരൻസ് നിർബന്ധിച്ച് വിറ്റാമിൻ ഗുളിക തീറ്റിക്കണം. പിന്നെ മുട്ട മസ്റ്റായിട്ട് തീറ്റിക്കണം. പച്ചക്കറി ഞാൻ തിന്നാറില്ല, അത് വേറെ പച്ചക്കറി എന്ന് പറയണില്ല. എങ്ങനെയും ഒക്കെ നല്ല സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തോ, അവരെ തന്നെ അത് സൂപ്പ് ഉണ്ടാക്കിപ്പിക്കുക, എന്നിട്ട് നമുക്കൂടെ കുടിക്കാം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആയിട്ട് ചെയ്തേക്കണേ. ഞാൻ പറയുന്നത് ഇപ്പോൾ പൊട്ടലൊന്നും അറിയില്ല, കാണുന്നില്ല, എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ സൂപ്പറായിട്ട് കിടക്കണം. ഇത് കണ്ടുകൊണ്ട് ആരോഗ്യം നോക്കാണ്ടിരിക്കരുത്. പൊട്ടൽ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കും, ഒരു പ്ലാസ്റ്റിക് കൂട്ടി കയറണ പോലെ. അങ്ങനെയാണ് കരാട്ടിൻ. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഉള്ളിൽ സിങ്കോവൈറ്റ്, ബയോട്ടിൻ, D3 എന്തൊക്കെ വിറ്റാമിൻ കുറവെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ നോക്കുക. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇതെല്ലാം വേണം. അപ്പോൾ ഇത് കണ്ടോ കിടക്കണ കണ്ടോ. ഈ കരാട്ടിനൊരു ഗുണമുണ്ട്, ഇച്ചിരി നാച്ചുറൽ ലുക്ക് തോന്നിക്കും. മറ്റേ ഹെയർ ലാക്സിങ്ങും മറ്റേ സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്യണ പോലെയല്ല, ഇതിനൊരു നാച്ചുറൽ ലുക്ക് തോന്നിക്കും. ഇത് ഓർഗാനിക്കാണ്. വാഷ് ചെയ്യുമ്പോൾ 10-40 വാഷ് എന്ന് പറഞ്ഞാൽ, പക്ഷെ മിക്കവർക്കും 8-9 മാസമൊക്കെ തലയിൽ നിന്ന് കിളുത്ത് വന്നത് നോർമലേ വരുള്ളൂ. ഇതിനൊക്കെ ഈ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാണ് മുടി ചേഞ്ച് വരില്ല. വർഷത്തിലൊരിക്കലൊക്കെ പുറത്തുള്ള കൊച്ച കണ്ടാൽ തോന്നുമോ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ. ഞാൻ ബോധം കെട്ടി ഇതുവരെ ഞാൻ നോർമലായിട്ടില്ല. ഞാൻ +2 കൊച്ച പുറത്തോട്ട് പഠിക്കാൻ പോകാൻ നോക്കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ കൊച്ചാന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞെട്ടാനിരിക്കും കേട്ടോ. എല്ലാവരെയും കണ്ടാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊക്കെ പോരെ. അതീവ മനോഹരമായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ഒഴുകി, അത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ. ഈ പോറുകാരൊക്കെ ഇങ്ങനെ മുടി അതുപോലെ കിടക്കും. നമുക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തേ നടക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ എല്ലാവരുടെ സ്വപ്നമാണ്. പല്ല് കെട്ടിക്കുക, മുടി ഇങ്ങനെ ചിരിക്കുമ്പോൾ മുല്ലമുട്ട് വേണം, മുടി ഇങ്ങനെ ഒഴുകി ചാടണം, ഇതെല്ലാം കിട്ടും. ഹെൽത്തൂടെ നോക്കണേ, ഹെൽത്തിലാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ പല്ലിൻ്റെ ഇവിടേക്കൊക്കെ പോയാൽ ഇപ്പം 1-2 പ്രാവശ്യം കെട്ടിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ്. അപ്പോൾ നമ്മളപ്പോൾ പല്ലൊക്കെ കെട്ടി ശരിയാക്കണമെങ്കിൽ ഇവിടെയൊക്കെ പല്ല് വേണേ. എല്ലാം ക്യാപ്പ് ഇട്ട് ഇങ്ങനെ ആരോഗ്യത്തിൻ്റെ പ്രോബ്ലത്തിൽ എനിക്ക് എന്തോരം ആരോഗ്യ ഇത് പറ്റിയെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കൊന്നും പറ്റാണ്ടിരിക്കാനാണ് ഞാൻ ഈ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ
ഇങ്ങനെ മുടിയുള്ളവരൊക്കെ പെട്ടെന്ന് പോലെ ശരിയെന്ന്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ ചെയ്യാമെന്നാണ്. യേശുവിന്റെ കൃപയാലും എല്ലാവരും മുഖം കാണിക്കാന്ന് വെച്ചു. എല്ലാവരും ഞാൻ പറയുന്നത് ഓരോ സുന്ദരികളെ കിട്ടുമ്പോൾ മുഖം കാണിക്കുമ്പോൾ ഭയങ്കര രസമാണല്ലോ. അപ്പൊ ഈ മുടി ഒന്ന് നോക്കാം. ഈ മുടി ഇതെല്ലാം നേരത്തെ ട്രീറ്റ് ചെയ്തിട്ടേക്കണ മുടിയല്ലേ, ഒന്ന് ഇതുവരെ ചെയ്തിട്ടില്ലേ? എന്നാൽ ഓൾറെഡി സ്ട്രെയിറ്റ് ആട്ടോ. ഇത് അപ്പൊ കഴുകി ഡ്രയർ വെച്ച് സെറ്റ് ചെയ്തിട്ടാട്ടോ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ ഞാൻ വന്നപ്പോഴത്തേനും വന്ന വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ എല്ലാവരെയും കഴുകി ഡ്രയർ വെച്ച് സെറ്റ് ചെയ്ത മുടികളാണ്. അപ്പോൾ ഈ മുടി ഇങ്ങനെ ഇത് നമുക്ക് കരാട്ടിൻ ചെയ്തിട്ട് ഇതിന്റെ യേശുവിന്റെ കൃപയാൽ നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് അടിപൊളിയായിട്ട് മുടി ഒന്ന് നോക്കാട്ടോ. നല്ല പിടിക്കുമ്പോൾ നല്ല സുഖമാട്ടോ. അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് നീളൂട്ടോ. പെട്ടെന്ന് നീളാൻ ആഗ്രഹമുള്ള മനുഷ്യരൊക്കെ ഇത് കരാട്ടിൻ ചെയ്താൽ മതി കേട്ടോ. ഇഷ്ടപ്പെട്ട ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു. അവരൊത്തിരി അകലേന്ന് വന്നേക്കണയാണ്, നേരത്തെ ചെയ്തേക്കണതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിങ്ങനെ ചെയ്തിട്ട് നല്ല നല്ല എഫക്റ്റ് ഇല്ലേ ഉണ്ട്. അപ്പം ഇനി ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് ഇടയ്ക്ക് D3 ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് മൾട്ടി വിറ്റാമിനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴിച്ചെടുക്കുന്നത്. ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും ചെയ്യണ്ട. അപ്പോൾ മുട്ട, പച്ച കളറുള്ള ഫുഡ് മുടി പനങ്കുലിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും മുടി ചെയ്തിട്ടാൽ തന്നെ മേക്ക് ഓവർ ഒരു 90% മേക്ക് ഓവർ പോകും. അത് നമുക്ക് പിന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസും കിട്ടും. കണ്ണാടിയൊക്കെ നോക്കുമ്പോഴും നമുക്കൊരു സുഖമാണ്. ഏജും കുറയും കേട്ടോ. അപ്പോൾ ശരി എന്നാ. അപ്പോൾ എല്ലാവരും വായോ.